പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ ഡെന്റൽ ഇംപ്ലാന്റ് പഠനത്തിന്റെ റിപ്പോർട്ട് ഞാൻ ഒന്നുകൂടി നോക്കി. അതിലൊരു പ്രത്യേക സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ, വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അതെ. എന്തുകൊണ്ടാണ് അവർ ആ ടെസ്റ്റ് തിരഞ്ഞെടുത്തതെന്നും അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്നും പരിശോധിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചിരിക്കുന്നത്. തീർച്ചയായും സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈയൊരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ലളിതമായ സാഹചര്യം സങ്കല്പിക്കാം. നിങ്ങൾ ഒരു ലോളിപോപ്പ് ഫാക്ടറി നടത്തുന്നു എന്ന് വെക്കുക. ഓക്കെ. ഓരോ ലോളിപോപ്പിനും കൃത്യം 10 ഗ്രാം ഭാരം വേണം. അതാണ് നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ്. ശരി. എന്നാൽ പുതിയ മെഷീനിൽ ഉണ്ടാക്കിയൊരു 20 ലോളിപോപ്പുകൾ നിങ്ങൾ തൂക്കി നോക്കി. അപ്പൊ അതിന്റെ ശരാശരി ഭാരം 10.3 ഗ്രാം ആണെന്ന് കണ്ടു. ചെറിയൊരു വ്യത്യാസം. അതെ, ഈ 0.3 ഗ്രാമിന്റെ വ്യത്യാസം അത് മെഷീനിന്റെ തകരാറുകൊണ്ടാണോ, അതോ ഇതൊരു സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു ചെറിയ മാറ്റം മാത്രമാണോ? നല്ല ചോദ്യം. ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൊള്ളാം. നമ്മളിവിടെ ഗണിതശാസ്ത്ര സമവാക്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇതുപോലുള്ള ലളിതമായ കഥകളിലൂടെ ഈ ടെസ്റ്റ് എന്താണെന്നും എന്തിനുപയോഗിക്കുന്നു എന്നും അതിന്റെ ഫലം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒരു പേടിസ്വപ്നമായി കാണുന്ന ഒരാൾക്ക് പോലും ഇത് മനസ്സിലാവും, അല്ലേ? തീർച്ചയായും. ഈ ചർച്ച കഴിയുമ്പോൾ ആർക്കും ആത്മവിശ്വാസം തോന്നും. കൊള്ളാം. അപ്പോൾ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ വൺ സാമ്പിൾ ടി ടെസ്റ്റിന്റെ പിന്നിലുള്ള പ്രധാന ആശയം? വളരെ ലളിതമാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രൂപ്പ്, അതിന്റെ ശരാശരി, അതായത് മീൻ. ഓക്കെ. അത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സ്റ്റാൻഡേർഡ് മൂല്യവുമായിട്ട് കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അത്രേ ഉള്ളൂ. ഒരുതരം ക്വാളിറ്റി കൺട്രോൾ പോലെ. എക്സാക്ട്ലി. ഇതൊരു തരം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം നമ്മൾ നിശ്ചയിച്ചു വെച്ച ആ നിലവാരവുമായിട്ട് ഒത്തുപോകുന്നുണ്ടോന്ന് നോക്കുന്നു. ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞപ്പോഴെനിക്കൊരു കൗതുകം. ഈ ടെസ്റ്റിന് അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? തീർച്ചയായും. ഇവിടെയാണ് ഇതിന്റെ കഥ രസകരമാകുന്നത്. ഈ ടി ടെസ്റ്റ് കണ്ടുപിടിച്ചത് വില്യം സീലി ഗോസെറ്റ് എന്നൊരു രസതന്ത്രജ്ഞനാണ്. ആഹാ. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അയർലൻഡിലെ ഗിന്നസ് ബിയർ കമ്പനിയിലായിരുന്നു. ഗിന്നസിലോ? അതെ. ചെറിയ അളവിൽ ബിയർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഗുണമേന്മ എങ്ങനെ ഉറപ്പുവരുത്താമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം. വലിയ ഡാറ്റാ സെറ്റുകൾക്ക് പകരം ചെറിയ സാമ്പിളുകൾ വെച്ച് എങ്ങനെ കൃത്യമായ നിഗമനങ്ങളിലെത്താം. മനസ്സിലായി. അതിനായി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു രീതിയാണിത്. അദ്ദേഹം സ്റ്റുഡന്റ് എന്നൊരു തൂലികാ നാമത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഓ, അതുകൊണ്ടാണോ ഇതിനെ സ്റ്റുഡന്റ്സ് ടി ടെസ്റ്റ് എന്നും വിളിക്കുന്നത്? അതെ, അതുതന്നെ. അപ്പോ ഒരു ബിയർ കമ്പനിയിലെ ക്വാളിറ്റി പ്രശ്നം പരിഹരിക്കാനുണ്ടാക്കിയ ടെസ്റ്റാണ് ഇന്ന് മെഡിക്കൽ ഗവേഷണത്തിൽ വരെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൊള്ളാല്ലേ. ബിയറിൽ നിന്ന് ഡെന്റൽ ഇംപ്ലാന്റിലേക്ക്. അപ്പോ ഈ ടെസ്റ്റ് എങ്ങനെയാണ് ഒരു വ്യത്യാസം യഥാർത്ഥമാണോ അതോ യാദൃശികമാണോ എന്ന് തീരുമാനിക്കുന്നത്? അതിന്റെ ഒരു ലോജിക്ക് എന്താണ്? അതിനൊരു മനോഹരമായ ആശയമുണ്ട്. സിഗ്നലും നോയ്സും. സിഗ്നൽ വേഴ്സസ് നോയ്സ്. സിഗ്നലും നോയ്സും. അതെ. ടി ടെസ്റ്റ് അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഈ രണ്ടും തമ്മിലുള്ളൊരു അനുപാതം കണ്ടെത്തുകയാണ്. നമ്മുടെ ലോലിപോപ്പ് ഉദാഹരണത്തിൽ സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയ വ്യത്യാസമാണ്. അതായത് 0.3 ഗ്രാം. അതെ. നിങ്ങളുടെ ശരാശരിയായ 10.3 ഗ്രാമും സ്റ്റാൻഡേർഡായ 10 ഗ്രാമും തമ്മിലുള്ള വ്യത്യാസം 0.3 ഗ്രാം. ഇതാണ് സിഗ്നൽ. ഓക്കെ, സിഗ്നല് കിട്ടി. അപ്പോൾ എന്താണ് ഈ നോയ്സ്? നോയ്സ് എന്നത് നിങ്ങളുടെ ഡാറ്റയിലുള്ള ഒരു സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലാണ്. നിങ്ങൾ തൂക്കിനോക്കിയ 20 ലോലിപോപ്പുകൾക്കും കൃത്യം 10.3 ഗ്രാം ആയിരിക്കില്ലല്ലോ ഭാരം. ഇല്ല, വ്യത്യാസമുണ്ടാവും. ചിലത് 10.2 ഗ്രാം, മറ്റു ചിലത് 10.4 ഗ്രാം, വേറെ ചിലത് 9.9 ഗ്രാം എന്നിങ്ങനെ ഭാരത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഡാറ്റയിലെ ഈ ചിതറലിനെയാണ്, അതായത് വേരിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം. ഈ നോയ്സ് വളരെ കൂടുതലാണെങ്കിൽ, അതായത് ലോലിപോപ്പുകളുടെ ഭാരം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ സിഗ്നലിന്റെ വില കുറയോ? വളരെ ശരിയായ ഒരു പോയിന്റാണ്. നിങ്ങൾ കാര്യം കൃത്യമായി മനസ്സിലാക്കി. ടി ടെസ്റ്റ് കണക്കാക്കുന്നത് ഈ അനുപാതമാണ്. ടി വാല്യൂ എന്നത് സിഗ്നലിനെ നോയ്സ് കൊണ്ട് ഹരിക്കുന്നതാണ്. സിഗ്നൽ ഡിവൈഡഡ് ബൈ നോയ്സ്. അതെ. അപ്പോൾ നോയ്സ് വളരെ വലുതാണെങ്കിൽ, അതായത് ഡേറ്റ ഒരുപാട് ചിതറിക്കിടക്കുകയാണെങ്കിൽ ടി വാല്യൂ വളരെ ചെറുതാകും. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ 0.3 ഗ്രാമിന്റെ വ്യത്യാസം ആ വലിയ നോയ്സിൽ അങ്ങ് മുങ്ങിപ്പോകും. അപ്പോൾ ആ വ്യത്യാസം യാദൃശികമാണെന്ന് നമ്മൾ പറയും. അതെ. എന്നാൽ നോയ്സ് കുറവാണെങ്കിലോ, അതായത് എല്ലാ ലോലിപോപ്പുകൾക്കും ഏകദേശം ഒരേ ഭാരമാണെങ്കിൽ,
ചെറിയൊരു സിഗ്നൽ പോലും വലുതായി കാണപ്പെടും. അപ്പോൾ ടി വാല്യൂ വലുതാകും, വ്യത്യാസം യഥാർത്ഥമാണെന്ന് നമുക്കുറപ്പിക്കാം. ഇപ്പോൾ ചിത്രം വ്യക്തമായി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരു ഡെന്റൽ ഗവേഷണ വിദ്യാർത്ഥിക്ക് എപ്പോഴാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ കഴിയുക എന്നെങ്ങനെ സ്വയം തീരുമാനിക്കാം? ഒരു ചെക്ക് ലിസ്റ്റ് പോലെ പറയാമോ? പറയാം. അതിനൊരു 3 പോയിന്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, എന്തൊക്കെയാണവ? 1. നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഉദാഹരണത്തിന്, ഒരു കൂട്ടം രോഗികൾ. പുരുഷന്മാരും സ്ത്രീകളും എന്നിങ്ങനെ 2 ഗ്രൂപ്പുകൾ പാടില്ല. ഒരു ഗ്രൂപ്പ് മാത്രം. ശരി. 2. ആ ഗ്രൂപ്പിന്റെ ശരാശരിയെ മുൻകൂട്ടി അറിയാവുന്ന ഒരൊറ്റ സ്റ്റാൻഡേർഡ് മൂല്യവുമായിട്ടായിരിക്കണം നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്. ഒരു ദേശീയ ശരാശരിയോ WHO മാർഗനിർദ്ദേശമോ പോലെ. ഓക്കെ. 3. നിങ്ങളുടെ ഡാറ്റ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഭാരം, സമയം, സ്കോർ പോലുള്ള അളക്കാൻ കഴിയുന്ന സംഖ്യകളായിരിക്കണം. വിജയം, പരാജയം പോലുള്ള വിഭാഗങ്ങളാകരുത്. നമുക്ക് ആ ചെക്ക് ലിസ്റ്റ് നമ്മുടെ ലോലിപോപ്പ് ഫാക്ടറിയിലൊന്ന് പ്രയോഗിച്ചു നോക്കിയാലോ? നോക്കാമല്ലോ. 1. ഒരു ഗ്രൂപ്പ് ലോലിപോപ്പുകൾ. അത് ശരിയാണ്. 2. 10 ഗ്രാം എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതും ശരിയാണ്. 3. ഭാരം എന്നതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ്. അപ്പോൾ അവിടെ ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. വളരെ വ്യക്തമായി. അതെ. ഇനി ഡെന്റൽ രംഗത്ത് നിന്നുള്ള ചില പ്രായോഗിക ഉദാഹരണങ്ങൾ തരാമോ? തീർച്ചയായും. 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഒരു പബ്ലിക് ഹെൽത്ത് ഗവേഷകൻ. ഓക്കെ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ ഒപ്റ്റിമൽ അളവ് 0.7 ppm ആണെന്ന് വെക്കാം. നിങ്ങൾ നിങ്ങളുടെ നഗരത്തിലെ 25 സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ ശരാശരി കിട്ടിയത് 0.5 ppm ആണെന്ന് വെക്കുക. അപ്പോ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ്. അതെ. ഈ കുറവ് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രാധാന്യമുള്ള ഒന്നാണോ അതോ സാമ്പിൾ എടുത്തതിലെ ഒരു പിഴവാണോ എന്ന് പരിശോധിക്കാൻ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ശരി. ഇനി രണ്ടാമത്തെ ഉദാഹരണം. രണ്ടാമതായി, ഒരു ഡെന്റൽ ഗവേഷണ വിദ്യാർത്ഥി. ഒരു പുതിയ തരം ഡെന്റൽ ഇംപ്ലാന്റിന്റെ വിജയത്തിന് അതിന്റെ സ്റ്റെബിലിറ്റി സ്കോർ കുറഞ്ഞത് 70 വേണം. അതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ. നിങ്ങൾ 15 രോഗികളിൽ നടത്തിയ പഠനത്തിൽ ശരാശരി സ്കോർ കിട്ടിയത് 65 ആണ്. ഈ 65 എന്ന സ്കോർ 70 എന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് ഗണ്യമായി കുറവാണോ എന്ന് കണ്ടെത്താൻ ഈ ടെസ്റ്റ് സഹായിക്കും. മനസ്സിലായി. ഇനി മൂന്നാമത്തേത്. ഒരു ക്ലിനീഷ്യന്റെ ഉദാഹരണമെടുക്കാം. ഒരു മോളാർ പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ എടുക്കുന്ന ദേശീയ ശരാശരി സമയം 90 മിനിറ്റാണ് എന്ന് കരുതുക. നിങ്ങൾ കഴിഞ്ഞ 30 കേസുകൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ശരാശരി സമയം 75 മിനിറ്റാണെന്ന് കണ്ടെത്തി. നിങ്ങൾ ശരിക്കും ദേശീയ ശരാശരിയേക്കാൾ വേഗതയുള്ള ആളാണോ അതോ ഇത് യാദൃശികമായ ഒരു കണ്ടെത്തലാണോ എന്ന് പരിശോധിക്കാം. റൂട്ട് കനാൽ ഉദാഹരണം കൊള്ളാം. പക്ഷേ ഒരു സംശയം. ഒരു സാധാരണ ക്ലിനിക്കിലെ ഡോക്ടർക്ക് ഇതുകൊണ്ട് ശരിക്കും എന്ത് പ്രയോജനം? അതായത്, അവർ ദേശീയ ശരാശരിയേക്കാൾ വേഗത കുറവാണെന്ന് ഈ ടെസ്റ്റ് വഴി കണ്ടെത്തിയാൽ തന്നെ അതുകൊണ്ട് അവരുടെ ചികിത്സാരീതി മാറ്റാൻ പോകുന്നുണ്ടോ? അതിന്റെ ഒരു പ്രായോഗികത. വളരെ നല്ല ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനപ്പുറം ചിന്തിക്കേണ്ടത്. ഒരുപക്ഷേ ആ ഡോക്ടർ തന്റെ സമയം മെച്ചപ്പെടുത്താൻ പുതിയൊരു ടെക്നിക് പഠിക്കാൻ തീരുമാനിച്ചേക്കാം. ശരിയാണ്. അല്ലെങ്കിൽ തന്റെ ക്ലിനിക്കിലെ കേസുകൾ കൂടുതൽ സങ്കീർണമായതുകൊണ്ടാണ് കൂടുതൽ സമയമെടുക്കുന്നതെന്ന് മനസ്സിലാക്കിയേക്കാം. ടെസ്റ്റിന്റെ ഫലം ഒരു വിവരം തരുക മാത്രമാണ് ചെയ്യുന്നത്. ആ വിവരം വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലിനിക്കൽ ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ്. അതായത് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. അതെ. എനിക്ക് തോന്നുന്നു ഞാൻ വേഗത കുറവാണെന്ന് എന്നതിനേക്കാൾ ശക്തമാണ് ദേശീയ ശരാശരിയേക്കാൾ എന്റെ ശരാശരി സമയം സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതലാണ് എന്ന് പറയുന്നതിന്. ശരിയാണ്. ആ വ്യത്യാസം പ്രധാനമാണ്. ഇനി ഞാൻ പല തീസിസുകളിലും ഈ ടെസ്റ്റ് തെറ്റായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് സാധാരണയായി സംഭവിക്കുന്ന മറ്റ് തെറ്റുകൾ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു 4 പ്രധാനപ്പെട്ട തെറ്റുകൾ സംഭവിക്കാറുണ്ട്. 1. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തെറ്റായ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. 2 ഗ്രൂപ്പുകളെ, ഉദാഹരണത്തിന് പുരുഷന്മാരെയും സ്ത്രീകളെയും താരതമ്യം ചെയ്യാൻ ഈ ടെസ്റ്റ് ഉപയോഗിക്കരുത്. അതിന് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന വേറെ ടെസ്റ്റ് വേണം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ PG ചെയ്യുന്ന സമയത്ത് ഇതേ തെറ്റ് വരുത്തിയിട്ടുണ്ട്. 2 ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ 1 സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിച്ച് എൻ്റെ ഗൈഡിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേട്ടിട്ടുണ്ട്. അന്ന് പഠിച്ച പാഠമാണ്. അപ്പൊ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതെ.
രണ്ടാമത്തെ തെറ്റ് ഡേറ്റയുടെ സ്വഭാവം അവഗണിക്കുന്നതാണ്. ടി-ടെസ്റ്റ് ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ഡേറ്റ ഏകദേശം ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, ഒരു ബെൽ കർവ് പോലെ. ബെൽ ഷേപ്പില്. അതെ. ഡേറ്റ ഒരു വശത്തേക്ക് വല്ലാതെ ചരിഞ്ഞതാണെങ്കിൽ ഈ ടെസ്റ്റിന്റെ ഫലം തെറ്റിദ്ധാരണയുണ്ടാക്കാം. അത്തരം സാഹചര്യങ്ങളിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കണം. ഓ, ഒരു മിനിറ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ് സാധാരണ ടെസ്റ്റിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പേര് കേട്ട് പേടിക്കണ്ട. വളരെ ലളിതമായി പറഞ്ഞാൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഡേറ്റയുടെ യഥാർത്ഥ മൂല്യങ്ങൾക്ക് പകരം അവയുടെ റാങ്കുകളാണ് ഉപയോഗിക്കുന്നത്. റാങ്കുകളോ? അതെ. ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന രീതിയിൽ. അതുകൊണ്ട് ഡേറ്റയുടെ ആകൃതി അതിനെ അധികം ബാധിക്കില്ല. ഡേറ്റ ഒരു ബെൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഇത്തരം ടെസ്റ്റുകൾ കൂടുതൽ വിശ്വസനീയമാണ്. ഓക്കേ, അത് വ്യക്തമായി. ഇനി മൂന്നാമത്തെ തെറ്റെന്താണ്? സ്റ്റാറ്റിക്കൽ പ്രാധാന്യവും ക്ലിനിക്കൽ പ്രാധാന്യവും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നത്. ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ പ്ലാക്ക് 0.5% കുറയുന്നു എന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. പി വാല്യൂ 0.05-ൽ കുറവായിരിക്കും. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം 0.5% പ്ലാക്ക് കുറയുന്നതുകൊണ്ട് എന്തെങ്കിലും ക്ലിനിക്കൽ പ്രയോജനമുണ്ടോ? ഒരുപക്ഷേ ഇല്ല. അതിനാൽ പി വാല്യൂ മാത്രം നോക്കി ചാടിക്കേറി നിഗമനങ്ങളിൽ എത്തരുത്. വ്യത്യാസത്തിന്റെ വലുപ്പവും പ്രധാനമാണ്. അതെ. ഇനി നാലാമത്തെ തെറ്റ് സ്റ്റാൻഡേർഡ് മൂല്യത്തിന്റെ ഉറവിടം പരിശോധിക്കാതിരിക്കുന്നത്. നമ്മുടെ റൂട്ട് കനാൽ ഉദാഹരണത്തിലെ 90 മിനിറ്റ് എന്ന ദേശീയ ശരാശരി ഒരുപക്ഷെ 10 വർഷം പഴക്കമുള്ള ഡേറ്റയാകാം. ശരിയാണ്. പുതിയ ടെക്നിക്കുകൾ വന്നിട്ടുണ്ടാവാം. തീർച്ചയായും. കാലഹരണപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് വെച്ച് താരതമ്യം ചെയ്യുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ആകെ തുക എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു പ്രബന്ധത്തിൽ ശരിയായ രീതിയിൽ എഴുതേണ്ടത്? സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ സഹായമില്ലാതെ അത് എങ്ങനെ വായിച്ചെടുക്കാം? തീർച്ചയായും. സോഫ്റ്റ്വെയർ സാധാരണയായി ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് തരും. T14 = -3.2, P = 0.006. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഒരു പേടിയാണ്. പേടിക്കേണ്ട. നമുക്കിത് ഓരോന്നായി പരിശോധിക്കാം. ഇവിടെ T എന്നത് T വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നൽ നോയ്സ് അനുപാതം. ഓക്കെ. ബ്രാക്കറ്റിലുള്ള 14 എന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് സാമ്പിൾ വലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമ്പിൾ സൈസ് 15 ആയിരുന്നെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14 ആയിരിക്കും. N-1. ശരി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. P = 0.006. ഇതാണ് P വാല്യൂ. P വാല്യൂ. ഈ മൂല്യം സാധാരണയായി 0.05-ൽ കുറവാണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ വ്യത്യാസം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയും. അതായത് ഈ വ്യത്യാസം യാദൃച്ഛികമായി സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ കേസിൽ 0.6% മാത്രം. അപ്പം നമ്മുടെ ലോലിപോപ്പിന്റെ പി വാല്യൂ 0.006 ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മെഷീനിന് എന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ യാദൃച്ഛികമായി സംഭവിച്ചൊരു ചെറിയ മാറ്റമല്ല, അല്ലേ? കൃത്യമാണ്. ആ നിഗമനത്തിലെത്താനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതൊരു തീസിസിൽ എങ്ങനെ എഴുതും? നമ്മുടെ ഇംപ്ലാന്റ് സ്റ്റെബിലിറ്റിയുടെ ഉദാഹരണം വെച്ച് ഇങ്ങനെ എഴുതാം. The mean implant stability score M = 65, SD = 5 was found to be significantly lower than the standard value of 70, T of 14 = -3.2, P = 0.006. ഓക്കേ. ഇതിൽ നിങ്ങൾ ശരാശരി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടി വാല്യൂ, പി വാല്യൂ എല്ലാം ഉൾപ്പെടുത്തി. ഇത് വായിക്കുന്നയാൾക്ക് നിങ്ങളുടെ കണ്ടെത്തലിന്റെ പൂർണ്ണമായ ചിത്രം ലഭിക്കും. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാന കണ്ടെത്തലുകൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. 1. എന്താണിത്? ഒരൊറ്റ ഗ്രൂപ്പിന്റെ ശരാശരിയെ ഒരു നിശ്ചിത സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റാണിത്. അതെ. 2. എപ്പോൾ ഉപയോഗിക്കണം? നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രൂപ്പും ഒരു സ്റ്റാൻഡേർഡ് മൂല്യവും കണ്ടിന്യൂസ് ഡാറ്റയുമുള്ളപ്പോൾ. ശരിയാണ്. 3. എങ്ങനെ വ്യാഖ്യാനിക്കാം? പി വാല്യൂ 0.05-ൽ കുറവാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ വ്യത്യാസം യാദൃച്ഛികമല്ല, മറിച്ച് യഥാർത്ഥമാണ് എന്ന് അനുമാനിക്കാം. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഇനി ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടി നൽകാം. ഓ, എന്താണത്? ഒരു സ്റ്റാൻഡേർഡിനെതിരെ നിങ്ങളുടെ ഡാറ്റ എങ്ങനെ പരിശോധിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. എന്നാൽ അടുത്ത പ്രധാന ചോദ്യം ഇതാണ്. നിങ്ങൾ താരതമ്യം ചെയ്യാൻ തിരഞ്ഞെടുത്ത ആ സ്റ്റാൻഡേർഡ് ശരിയായതും കാലികവും നിങ്ങളുടെ സാഹചര്യത്തിന് യോജിച്ചതുമാണോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതെ.
കാരണം തെറ്റായ ഒരു അളവുകോല് വെച്ച് നടത്തുന്ന ഏറ്റവും മികച്ച ഗവേഷണം പോലും നിങ്ങളെ തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ നിങ്ങൾ എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത് എന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്ത് കണ്ടെത്തുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാകാം.